ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ സന്നിധി വചനത്തിന് മുമ്പാകെ ആയിരിക്കുവാൻ ലഭിക്കപ്പെട്ട വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠരായിരിക്കുന്ന എല്ലാ ദൈവ കൃത്യന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലിഡിയൻ ഐസപ്പാഷയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 13 മുതലുള്ള വേദഭാഗങ്ങളാണ്. ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സസ് 13 ഓൺവേർഡ്സ്. 13 മുതലുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ന്റെ 13 തൊട്ടുള്ള വേദഭാഗങ്ങൾ. അന്ന് തന്നെ അവര് 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്നു പേരുള്ളവൻ, യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്നുത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറനായ യേശുവിനെ കുറിച്ച് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രയേലിന്റെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗമാണ് ഈ സന്ധ്യയിലെ ധ്യാനത്തിനു വേണ്ടി വായിക്കുവാൻ ഇടവന്നത്. യേശു കർത്താവിന്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിങ്കല് 24-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കല്ലറയിലേക്ക് സുഗന്ധവർഗങ്ങളും ഒക്കെയായി കടന്നുപോയ സഹോദരിമാര് അവര് കാണുന്നത് ആ കല്ല് ഉരുണ്ട് മാറിയിരിക്കുന്നതും. 2 ദൂതന്മാര് അവിടെ നിന്ന് അവരോട് പറയുന്നു, കർത്താവ് ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വസ്തുത അവരെ അറിയിക്കുകയാണ്. അവര് ആമെ പിന്നീട് ചെന്ന് മറ്റ് 11 ശിഷ്യന്മാരെ ആ വിവരങ്ങൾ അറിയിക്കുകയും അവിടെ കൂടിയിരുന്ന യേശുവിന്റെ ഫോളോവേഴ്സ് ആയിരിക്കുന്ന ആളുകളോട് ഈ വിവരങ്ങളെ ധരിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ അവരുടെ ആ പ്രാർത്ഥന ആര് കല്ലുരുട്ടി മാറ്റും എന്നുള്ള ഒരു പ്രാർത്ഥനയായി. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ ആ കല്ലറയുടെ വാതിൽ അല്ലെങ്കിൽ കല്ല് ഉരുണ്ട് മാറിയിരിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ കല്ലറ തുറക്കപ്പെട്ടത് നമുക്ക് ആദ്യ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. നമ്മൾ വായിച്ച ഈ വേദഭാഗം പഠിച്ചു വരുമ്പോൾ അവിടെ ഇവരുടെ കണ്ണുകളെ തുറക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ 36 തൊട്ടുള്ള വേദഭാഗങ്ങളില് അവരുടെ ഹൃദയത്തെ തുറക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവസാനമായിട്ട് അവരുടെ വാ തുറന്ന് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ അധ്യായത്തെ ആ നിലകളിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. എന്നാൽ അതിലേക്കൊന്നും ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ആ സഹോദരിമാര് കടന്നു വന്ന് യേശു കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള വസ്തുത അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പത്രോസും യോഹന്നാനും ഓടി കല്ലറയിലേക്ക് കടന്നു ചെന്നു. എന്നാല് അവന്റെ ഭൗതിക ശരീരം കാണായികയാൽ അവർ മടങ്ങി അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരികയാണ്. അന്ന് തന്നെ അവര് 2 പേര് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നമുക്ക് 13 തൊട്ടുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവര് 2 പേര് യെരൂശലേമിൽ നിന്ന് എമ്മവൂസിലേക്ക് അവരുടെ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ആ ഭാഗം പഠിക്കുമ്പോൾ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഇവര് എമ്മവൂസ് എന്ന ആ ഗ്രാമത്തിലുള്ളവരാണ്. അവര് യെരൂശലേമില് പ്രൈസ് ദി ലോർഡ് പെസഹായോടുള്ള ബന്ധത്തിങ്കല് കടന്നു പോയവരായിരിക്കാം. അവിടെ യേശു കർത്താവിന്റെ ക്രൂശീകരണം അവര് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമായിട്ട് യേശു കർത്താവിന്റെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കല്ലറയിലുള്ള അടക്കവും അതിനുശേഷം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ വിവരം പ്രൈസ് ദി ലോർഡ് അത് അവർക്ക് വേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹൃദയത്തിനകത്ത് വളരെയധികം നിരാശരായി. കാരണം അവർ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളോ അവൻ ഇസ്രയേലിന്റെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അവരുടെ ആ പ്രത്യാശ എന്തായിരുന്നു എന്നുള്ളത്
അവിടെ അവര് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. ഞാൻ അങ്ങോട്ട് പിന്നീട് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത്, യെരൂശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് കടന്നു പോകുന്ന യേശു കർത്താവിന്റെ പ്രൈസ് ദി ലോർഡ് ഫോളോവേഴ്സ് ആയിരുന്ന ഈ രണ്ടു പേര്, പ്രൈസ് ദി ലോർഡ്, അവരുടെ ജീവിതത്തിനകത്ത് യെരൂശലേമിൽ അവർ കണ്ടത് യേശു കർത്താവിന്റെ ക്രൂശീകരണമാണ്. യെരൂശലേമില് നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ സഹിക്കേണ്ട സാഹചര്യങ്ങൾ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. യേശു കർത്താവിന്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിങ്കൽ തന്നെ പ്രൈസ് ആ കാലഘട്ടത്തിൽ ആ സമയങ്ങളിൽ കടന്നു വന്ന ചിന്തകള് യേശുവിന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തു? ഈ ഭൗതിക ശരീരം എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. പ്രൈസ്. അപ്പോൾ റോമൻ ഗവൺമെന്റ് നടപ്പാക്കിയ ഒരു ശിക്ഷാവിധിയോടുള്ള ബന്ധത്തിങ്കല് ഇപ്രകാരമുള്ള ആശയങ്ങളും ചിന്തകളും ആ സമൂഹത്തിനകത്ത് പരക്കുമ്പോൾ യേശു കർത്താവിന്റെ ശിഷ്യന്മാര്, യേശു കർത്താവിന്റെ ഫോളോവേഴ്സ് എത്രമാത്രം ഭയപ്പെടുകയും എത്രമാത്രം ആകുലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്ന് നമ്മൾ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹൃദയം നുറുങ്ങി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആകുലപ്പെട്ട് നിരാശപ്പെട്ടൊക്കെ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ രണ്ട് സഹോദരങ്ങളോടുള്ള ബന്ധത്തിങ്കല് അവരോട് ചേർന്ന് ആര് നടക്കുകയാണ്? യേശു കർത്താവ് നടക്കുന്നതാണ് നമുക്ക് ഇവിടെ പ്രാരംഭമായിട്ട് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കളോട് വളരെ ഹൃദ്യമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, യേശു കർത്താവിനെ ക്രൂശിലേക്ക് പറഞ്ഞു വിട്ടത് പീലാത്തോസ്. ഹല്ലേലൂയ. പീലാത്തോസിന്റെ ഓർഡർ അനുസരിച്ചാണ് ആ ക്രൂശിലേക്ക് ഹല്ലേലൂയ കർത്താവിനെ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇനി പീലാത്തോസിന് മുമ്പിൽ പോയി ഞാൻ ഉയർത്തു എന്ന് കാണിക്കാൻ കർത്താവ് സമയം കണ്ടെത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. തന്നെ ക്രൂശിക്കുവാൻ വിധിച്ച അധികാരിയുടെ മുമ്പിൽ, ഹല്ലേലൂയ, നീ എന്നെ ക്രൂശിക്കാൻ വിധിച്ചല്ലോ, എന്നാൽ ഞാൻ ക്രൂശിനെ അതിജീവിച്ച് ജയിച്ച് എഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി അധികാരിയുടെ മുമ്പിൽ പോയില്ല. പ്രൈസ് ദി ലോർഡ്. പരീശന്മാരുടെ മുമ്പിൽ പോയില്ല. ആ ദേശത്തെ നേതാക്കന്മാരുടെ അടുക്കലേക്ക് കർത്താവ് പോയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആരുടെ മുമ്പിലാണ് പ്രത്യക്ഷപ്പെടുന്നത്? മഗ്ദലക്കാരത്തി മറിയ കരഞ്ഞുകൊണ്ടിരിക്കുകയാ, അവളുടെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷമാകുന്നു. ഇവിടെ അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, യെരൂശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് കടന്നു പോകുന്ന ക്ലെയോപ്പാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി, തന്റെ കൂടെയുള്ള മറ്റൊരു വ്യക്തി, അവരുടെ മുമ്പില് എന്റെ കർത്താവ് അവരോട് ചേർന്ന് നടക്കുന്ന ഒരു സാഹചര്യം അവിടെ വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമക്കൾ, ഇന്ന് രാത്രികാലം ദൈവം നമ്മളോട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഹൃദയം എവിടെ മുറിപ്പെട്ടിരിക്കുന്നു, തകരപ്പെട്ടിരിക്കുന്നു, ഹല്ലേലൂയ, നമ്മുടെ പ്രത്യാശ എവിടെ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു, ആ സാഹചര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ ലോകം നമ്മളെ തള്ളിക്കളഞ്ഞെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മള് വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന കർത്താവിന്റെ പ്രത്യേകത, അങ്ങനെ ജീവിതത്തിനകത്ത് തകർച്ച അനുഭവിക്കുന്ന, പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനസമൂഹത്തോട് ചേർന്ന് നടക്കുന്ന ഒരു കർത്താവിനെയാണ് ദൈവത്തിന്റെ വചനം ഇവിടെ ശക്തമായിട്ട് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്നാണ് വചനത്തിൽ കാണാൻ പറ്റുന്നത്. മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു എന്ന് ദൈവവചനത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളോട് ദൈവത്തിന്റെ വചനത്തിന് ശക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, പല സാഹചര്യങ്ങളിൽ കണ്ടിട്ട് മനസ്സ് മടിച്ച്, ഹല്ലേലൂയ, മനസ്സിനകത്ത് നിരാശ കയറി ഹൃദയം തകരപ്പെട്ടവരായി, ഇനി പ്രതീക്ഷകളൊന്നുമില്ല, അവരുടെ ഗുരു ഹല്ലേലൂയ ക്രൂശിൽ മരിച്ചിരിക്കുകയും അവൻ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയുന്നു. എന്നാൽ അത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ ഭൗതിക ശരീരം കാണുന്നില്ല. എന്ത് സംഭവിച്ചു എന്ന് അറിയുവാൻ കഴിയുന്നില്ല. നാളെ ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനും കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ അവര് കടന്നു പോകുമ്പോൾ അവരുടെ നിരാശയുടെ തലത്തിൽ അവരെ കൈവിട്ട് കളയാൻ കർത്താവ് തയ്യാറാകുന്നില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആ സാധാരണക്കാരായ മനുഷ്യരോട് ചേർന്ന് നടക്കുവാൻ വേണ്ടി, അവരുടെ ആകുലതകളെ പരിഹരിക്കുവാൻ വേണ്ടി പ്രൈസ് ദി ലോർഡ് അവിടെ ശ്രമിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു.
അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മളോട് ചേർന്നിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആകുലതകളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ഹൃദയ നുറുക്കത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ നിരാശകളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സന്നദ്ധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, അവളുടെ ജീവിതത്തിനകത്ത് ആ വിടുതലുകളെ പ്രാപിച്ചെടുക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, യെരൂശലേം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം കണ്ട ഇടമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, നിന്ദകള്, പരിഹാസങ്ങള്, ആമേൻ, ജീവിതത്തിനകത്ത് ആഴമായ മുറിവുകളൊക്കെ സംഭവിച്ച ഒരു ഇടമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇപ്പോൾ ആമേൻ അവരെന്ത് ചെയ്യുകയാണ്? അതേ യെരൂശലേമിൽ നിന്നാണ് എമ്മോസിലേക്ക് കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഇനി യെരൂശലേമിൽ നിന്നിട്ട് ആമേൻ അവരുടെ ജീവിതത്തിനകത്ത് വലിയ പ്രത്യേകതകളൊന്നും ഇല്ല, അല്ലെങ്കിൽ യെരൂശലേമിൽ നിന്ന് കഴിഞ്ഞാൽ ആമേൻ അടുത്തത് എന്ത് സംഭവിക്കും എന്ന് പറയാനും പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ എമ്മോസിലേക്ക് ആമേൻ കടന്നു പോകുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യെരൂശലേമിൽ ഇന്നലകളില് ആമേൻ ചില കഷ്ടതകളും ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കണ്ടുവെങ്കിലും പ്രൈസ് ദി ലോർഡ്, കർത്താവ് വീണ്ടും ശിഷ്യന്മാരെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. എന്നോട് കേട്ട ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി യെരൂശലേമിൽ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇന്നലകളിൽ ചിലപ്പം യെരൂശലേമിൽ ക്രൂശിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ കഷ്ടതകളും നിന്ദകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിന്റെ നടുവിലേക്ക് കടന്നു വന്നെന്ന് വരാം. എന്നാൽ ദൈവ സാന്നിധ്യം വിട്ട് ഹല്ലേലൂയ നിരാശയുടെ ലോകത്തിലേക്ക് നമ്മൾ വഴിമാറി പോകരുത്. ഇന്നലകളിൽ യെരൂശലേമിൽ ക്രൂശിന്റെ അനുഭവമാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഇന്നകളിൽ അവിടെ ദൈവിക വാഗ്ദത്തത്തെ നൽകി തന്ന് ശക്തീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള ആത്മീയ ദൂതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്. എത്ര പേർക്ക് ആ വചനത്തെ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ജീവിതത്തിനകത്ത് വിടുതലായി ഏറ്റെടുക്കുവാൻ കഴിയുന്നു? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിരാശയും പ്രതിസന്ധിയും ഒക്കെ വരുമ്പോൾ നമ്മൾ ആ ദൈവ സാന്നിധ്യം വിട്ടിട്ട് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുത്തി കളയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ വചനത്തിന് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നത് എവിടെ വെച്ചാ? ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത് എന്നുള്ളത് ദൈവിക വാഗ്ദത്തമാണെങ്കിൽ ആ യെരൂശലേമിൽ നിൽക്കുമ്പോഴാണ് ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ായിട്ട് നമ്മുടെ ജീവിതത്തോട് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ആമേൻ ഹല്ലേലൂയ, ദൈവ സാന്നിധ്യത്തിൽ അകന്നു പോകരുത്, നിരാശയുടെ തലത്തിലേക്ക് മാറിപ്പോകരുത്. ആമേൻ. ആരെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധികളുടെ നടുവിൽ ഇന്ന് രാത്രികാലം ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ അവരോട് ദൈവത്തിന്റെ വചനം പറയുന്നു, യെരൂശലേമിൽ ഇന്നലെ ക്രൂശിന്റെ അനുഭവം കണ്ടുവെങ്കിൽ ആ ക്രൂശിനപ്പുറത്ത് ആമേൻ ദൈവിക വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ യെരൂശലേമിൽ പകർന്നു നൽകി നിങ്ങളെ ശക്തീകരിക്കുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, എവിടെ നിന്ദിക്കപ്പെട്ടു, എവിടെ പ്രൈസ് ദി ലോർഡ് തകരപ്പെട്ടു, അവിടെ തന്നെ മാനിച്ചെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നാണ് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എവിടെയാണ് മുറിക്കപ്പെട്ടത്, എവിടെയാണ് തകർക്കപ്പെട്ടത്, അവിടെ തന്നെ ദൈവത്തിന്റെ മഹത്വം ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹൃദയ നുറുക്കത്തോടെ ആര് ദൈവസന്നിധി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു, അവരോട് ഏറ്റവും സമീപത്ത് അവരുടെ ഹൃദയത്തിന് ആശ്വാസമാകുന്ന നിലയിൽ, അവരുടെ ജീവിതത്തിന് വിടുതലാകുന്ന നിലയിൽ എന്റെ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കും എന്നുള്ളതാണ് ദൈവവചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11 തൊട്ടുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നയനിലെ വിധവയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൾ ഒരു വിധവയാണ്. അവളുടെ ഏക മകൻ മരിച്ചുപോയ ഒരു സാഹചര്യം. ആ മരിച്ചുപോയ സാഹചര്യത്തിൽ ആ ഭൗതിക ശരീരവുമായിട്ടാണ് പട്ടണത്തിലേക്ക് അവള് കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവ് അതിന് ആമേൻ ഹല്ലേലൂയ അടുത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ഇവളുടെ ദുഃഖം കണ്ടിട്ട് കർത്താവ് അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവളെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിഞ്ഞ് കരയേണ്ട എന്ന് കർത്താവ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, അവളുടെ ജീവിതത്തിന്റെ ആഴമായ ദുഃഖം, പ്രൈസ് ദി ലോർഡ്, ആഴമായ വേദന, ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്ന ആ ഏക മകൻ, പ്രൈസ് ദി ലോർഡ്, ആ ഏക മകനും കൂടെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ മാതാ
ാവിനെ സംബന്ധിച്ചിടത്തോളം ലോകപ്രകാരം ഇനി ആശ്രയിക്കാൻ ഒരിടമില്ല. ആമേൻ, പ്രതീക്ഷിക്കുവാൻ ഒരു തലമില്ല. പ്രൈസലോ. ആമേൻ, ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ കൂടെ അവസാനത്തിങ്കൾ കൊണ്ടെന്ന് ഹല്ലേലൂയ അടക്കം ചെയ്യുവാൻ വേണ്ടി കടന്നു പോകുന്ന വിലാപ യാത്രയോടുള്ള ബന്ധത്തിങ്കല് എന്റെ കർത്താവ് അടുത്ത് ചെല്ലുകയും അവളോട് പറയുകയാ, നീ കരയണ്ട എന്ന് പറയുകയാ. പ്രൈസലോ. എന്നിട്ട് കർത്താവ് എന്താ ചെയ്യുന്നത്? ആമേൻ, ആ മഞ്ചം തൊട്ട് ചുമക്കുന്നവരവന് നിന്നു, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ മകൻ എഴുന്നേറ്റ് ആമേൻ ഇരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നീട് ആ മകനെ ആമേൻ പ്രൈസലോ മാതാവിന് മടക്കി കൊടുക്കുകയാണ്. പ്രൈസലോ. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരു സാഹചര്യമാണോ? ഹല്ലേലൂയ. ഇനി ഒരു വിടുതൽ കാണാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന മേഖലകളാണോ ഇന്ന് രാത്രികാലം വചനത്തിന് ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്? അങ്ങനെയുള്ള ഹൃദയ നുറുക്കത്തിന്റെ നടുവില് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഹല്ലേലൂയ ആമേൻ നല്ലവനായ കർത്താവ് എവിടെയാണോ ആ മാതാവ് കരഞ്ഞത്, എവിടെയാണോ ആ മാതാവ് നിരാശയുടെ തലത്തിലേക്ക് പോയത്, അവിടെ തന്നെ അവിടെ ജീവിതത്തിനകത്ത് ഒരു വിടുതലിനെ കർത്താവ് നൽകി കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് വിശ്വസിക്കുവാൻ കഴിയട്ടെ. പ്രൈസലോ. ആമേൻ, യെരൂശലേമില് ആമേൻ അനുഭവിച്ച ദുരവസ്ഥകള് അവരുടെ ഹൃദയത്തിനകത്ത് മുറിവുകൾ ഉണ്ടാക്കി. അവര് ആമേൻ എമ്മോസിലേക്ക് കടന്നു പോകുമ്പോൾ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിനുണ്ടായിരുന്ന പ്രതീക്ഷ ആമേൻ ഇസ്രയേലിന് ഒരു രാഷ്ട്രം സ്ഥാപിച്ച് കർത്താവ് കൊടുക്കും. പ്രൈസലോ. ആ രാഷ്ട്രം ആമേൻ സ്ഥാപിക്കപ്പെടുമ്പോ ഇവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം തീരും എന്നൊക്കെ ഇവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആമേൻ ഹല്ലേലൂയ ദൈവിക പദ്ധതി യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസലോ. ഹല്ലേലൂയ. ദൈവിക പദ്ധതി യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് ആമേൻ പ്രൈസലോ അവരുടെ ഹൃദയം തകരപ്പെടുകയും അവരുടെ ഹൃദയം വേദനപ്പെടുകയും. പ്രൈസലോ. ഇന്ന് രാത്രികാലം വചനം ഇങ്ങനെ നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കും. നമ്മുടെ ഹൃദയം തകർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മുടെ ഹൃദയം ആശ്വാസം നിരസിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മുടെ ഹൃദയം പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവത്തിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ആമേൻ ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ ഹൃദയം തകരപ്പെട്ടത്, ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ വിലയിരുത്തണം. പ്രൈസലോ. അത് ആമേൻ നമ്മൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഹിതം ആമേൻ നടക്കാതെ പോയത് കൊണ്ടാണോ, അതോ ദൈവഹിതം ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയാതെ പോയത് കൊണ്ടാണോ എന്ന് വിലയിരുത്തേണ്ടതും ആവശ്യമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. അവര് പ്രതീക്ഷിച്ചത് എന്താണ്? ആമേൻ ഈ ഭൂമിയിൽ കർത്താവ് ഇസ്രയേലിന് വേണ്ടി ഒരു രാഷ്ട്രം സ്ഥാപിച്ചു കൊടുക്കും. ആമേൻ അവിടെ അവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ അവർ ഇരുന്നത് കൊണ്ട് യേശു കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച് വ്യക്തമായി വിശ്വസിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതവരുടെ ഹൃദയത്തിനകത്ത് നിരാശ കൊണ്ടുവന്നു, വേദന കൊണ്ടുവന്നു, പ്രത്യാശ നഷ്ടപ്പെടുത്തിയവരായി ആമേൻ അവരുടെ ജീവിതമായി പോയി. പ്രൈസലോ. ആമേൻ ദൈവത്തിന്റെ വചനം രണ്ടാമതായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ ദൈവഹിതം നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കണം. ആമേൻ അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആശ്വാസവും സമാധാനവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് ദൈവത്തിന്റെ വചനം ഇതിനകത്തൂടെ നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്, പരസ്പരം തർക്കിക്കുന്നുണ്ട്. ഇങ്ങനെ പരസ്പരം തർക്കിച്ച് സംസാരിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് യേശു കർത്താവ് അവരോട് ചേർന്ന് നടക്കുന്നത്. പ്രൈസലോ. അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണിനെ നിരോധിച്ചിരുന്നു. കർത്താവിനെ മനസ്സിലാകാത്ത നിലയിൽ അവരുടെ കണ്ണുകളെ നിരോധിച്ചിരുന്നു. പ്രൈസലോ. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്നു പേരുള്ളവൻ യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളില് ഈ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് പറഞ്ഞു. പ്രൈസലോ. അവിടെ ശ്രദ്ധിക്കുക, യേശു കർത്താവാണ് ഇവരുടെ കൂടെ നടക്കുന്നത്. എന്നാൽ യേശു കർത്താവിനെ കാണുവാൻ കഴിയാത്ത നിലകളിൽ അവരുടെ കണ്ണുകളെ നിരോധിച്ചിരുന്നു. മനസ്സിലാക്കുവാൻ കഴിയാത്ത നിലയിൽ അവരുടെ കണ്ണുകളെ നിരോധിച്ചിരുന്നു. എന്നാൽ ആമെ ക്ലെയോപ്പാവ് എന്ന് പറയുന്ന വ്യക്തി ആമെ പറയുന്ന മറുപടി ശ്രദ്ധിക്കണം. പ്രൈസലോ. യെരൂശലേമില് നീ മാത്രം പരദേശികൾ ഈ ഒരു കാര്യം അവിടെ സംഭവിച്ച കാര്യം മനസ്സിലാക്കാതിരിക്കുന്നു. അതിനെക്കുറിച്ച് അറിവ് ആർക്കാ ഇല്ലാത്തത് എന്ന് അവര് പറയുന്നത്? യേശു കർത്താവിന് അതിനെക്കുറിച്ചുള്ള അറിവുകളില്ല. ആമേൻ അവർക്ക് യേശു കർത്താവാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ആമേൻ പ്രൈസലോ ഈ വിഷയത്തെ കുറിച്ചുള്ള അറിവ് ഇല്ല എന്ന് അവര് പറയുകയും അവരുടെ അറിവ് എന്താണെന്ന് അവർ താഴോട്ട് പറയുന്നുണ്ട്. പ്രൈസലോ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം. പ്രൈസലോ. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ആമേ 19ാമത്തെ വാക്യത്തിനകത്ത് ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ
പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേനായ യേശുവിനെ കുറിച്ച് തന്നെ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ആമേ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെ എഴുതിയിരിക്കുകയാണ്, അവരാരെ കുറിച്ചാണ് പറയുന്നത്? യേശുവിനെ കുറിച്ച്. യേശുവിനെ കുറിച്ച് അവർക്കുള്ള അറിവ് എന്താണ്? ആമേൻ, അവർ പറയുന്നു അവനൊരു പ്രവാചകനാണ്. ഹല്ലേലൂയ. ആമേ, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. അവന്റെ പ്രസംഗം അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആമേൻ, അവൻ ചെയ്ത അത്ഭുതങ്ങളെ അവർ കണ്ടിട്ടുണ്ട്. ആമേൻ, അത് കണ്ടപ്പോൾ, അത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം എന്താണ്? അവരുടെ അറിവ് എന്താണ്? അവനൊരു പ്രവാചകൻ. ഹല്ലേലൂയ. ആമേൻ എന്നുള്ള തലത്തിൽ അവരുടെ അറിവ്. പ്രൈസ് ദി ലോർഡ്. അവനെ എന്ത് ചെയ്തു? ആമേൻ, മഹാപുരോഹിതന്മാരും മറ്റുള്ളവരും ഒക്കെ എന്ത് ചെയ്തു? ക്രൂശിച്ചു കൊന്നു എന്ന് അവര് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനപ്പുറത്ത്, മരണത്തിനപ്പുറത്ത് കർത്താവ് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള ആ ദൈവത്തിന്റെ വലിയ പദ്ധതിയെ മനസ്സിലാക്കാനുള്ള അറിവ്, ആമേൻ, അവരുടെ ജീവിതത്തിന്റെ അകത്ത് അവർക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. അവരുടെ പ്രത്യാശ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ കർത്താവ് അവർക്ക് വേണ്ടി ഒരു രാഷ്ട്രം സ്ഥാപിച്ചു കൊടുക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ദൈവിക പദ്ധതി എന്തായിരുന്നു? യേശു കർത്താവ് ക്രൂശിൽ മരിക്കണം, അടക്കപ്പെടണം, ഉയർത്തെഴുന്നേൽക്കണം. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, ഹല്ലേലൂയ, സകല ആമേൻ ജാതികളിൽ നിന്നും, ഹല്ലേലൂയ, സകല വംശങ്ങളിൽ നിന്നും വിശ്വസിക്കുന്നവരെ, ഹല്ലേലൂയ, ആമേൻ, കൂട്ടിച്ചേർത്തുകൊണ്ട് ആത്മീയ ഗൃഹം പണിതുകൊണ്ട് ദൈവത്തിന് അതിനകത്ത് വസിക്കുക എന്നുള്ള ഒരു വലിയ ആത്മീയ പദ്ധതി, പ്രൈസ് ദി ലോർഡ്, അത് തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവമക്കളെ, വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തോടും ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുക. പലപ്പോഴും പല വ്യക്തികളെയും നോക്കിയിട്ട് നമ്മൾ പറയാറുണ്ട്, ആമേൻ, ഇവർക്കൊന്നും ആത്മീയ കാര്യങ്ങളിൽ അറിവില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ എനിക്കുള്ളതുപോലെയുള്ള അറിവ് അവർക്കില്ലെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് അറിവുണ്ടെന്ന് നമ്മൾ പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, ആ അറിവുകളെ ഒന്ന് വിലയിരുത്തി നോക്കിയാട്ടെ, ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള പദ്ധതികളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഓരോ സാഹചര്യത്തിന്റെ നടുവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തിനാണ് ഈ ക്രൂശ് എനിക്ക് തന്നത് എന്ന് മനസ്സിലാക്കാൻ, ആമേൻ, ദൈവമക്കളെ നമുക്ക് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ക്രൂശിന്റെ അപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ആമേൻ അറിവുണ്ടെന്ന് പറയും. ഹല്ലേലൂയ. യേശു ആരാണെന്നുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു. അവൻ നസറേത്തുകാരനാണെന്നുള്ള അറിവുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവൻ മറിയുടെ സന്താനമായി, യോസഫിന്റെ സന്താനമായി എന്നുള്ള അറിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന് ആമേൻ ക്രൂശിൽ മരിച്ചു എന്നുള്ള അറിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മരണത്തിനപ്പുറത്ത് അവന്റെ ഉയർപ്പിനെ കുറിച്ച് ആമേൻ യേശു കർത്താവ് അവരോട് പറഞ്ഞതും ആമേ പ്രവാചകമാ മുൻകൂട്ടി എഴുതിയതിനെ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല, അറിയുവാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ആത്യന്തികമായി പറഞ്ഞ ദൈവത്തിന്റെ പദ്ധതിയെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവര് ഹൃദയത്തിനകത്ത് നിരാശപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ അവരായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതത്തിനകത്ത് ഒരിക്കൽ പോലും നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവുകളിൽ നമ്മൾ അഹങ്കരിച്ചു പോകരുത്. കാരണം ആമേൻ ആത്മീയ ജീവിതത്തിനകത്ത് ലഭിക്കുന്ന അറിവുകൾ ഒരിക്കലും പൂർത്തിയാകുന്നില്ല. ഓരോ ദിവസവും നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ദൈവത്തെ കുറിച്ചുള്ള ആമേൻ ആ പരിജ്ഞാനം നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിജ്ഞാനത്തിൽ വളരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീയ വിടുതലുകൾ സംഭവിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിന്റെ കഷ്ടതയുടെ നടുവിൽ ഇയ്യോബിന് ലഭിച്ച ഒരു അറിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കിഴക്കോട്ട് നോക്കുന്നു, പടിഞ്ഞാറോട്ട് നോക്കുന്നു, തെക്കോട്ട് നോക്കുന്നു, വടക്കോട്ട് നോക്കുന്നു, എന്റെ ദൈവത്തെ ഞാൻ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ തനിക്ക് ലഭിച്ച അറിവ് എന്നാന്നറിയാമോ? എന്റെ ദൈവത്തെ ഞാൻ കാണുന്നില്ലേലോ, എന്റെ ദൈവം എന്നെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആമേൻ ഈ വചനത്തെ ഗ്രഹിക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലപ്പോഴും അറിവുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ ആമേൻ പല സാഹചര്യത്തിന് നടുവിലും നമ്മൾ നിരാശപ്പെട്ടു പോവുകയാണ്. പല സാഹചര്യത്തിന് നടുവിലും നമ്മുടെ ഹൃദയം തകർന്നു പോകുകയാണ്. പല സാഹചര്യത്തിന് നടുവിലും പ്രത്യാശ നഷ്ടപ്പെട്ടവരായി നമ്മൾ തീരുകയാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള പദ്ധതികളെ ഓരോ മേഖലകളിലും തിരിച്ചറിയുവാൻ കഴിയുമ്പോഴാണ് ആത്മീയ വിടുതലുകൾ ആമേ വെളിപ്പെടുന്നത്, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നത് എന്ന് തിരുവചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ആമേൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ താഴോട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 22 മുതലുള്ള വേദഭാഗങ്ങള്, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി
അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില കല്ലറയിൽ ചെന്നു സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താൻ. പ്രൈസലോ. അപ്പൊ സ്ത്രീകൾ കടന്നു വന്ന് പറഞ്ഞ ആ വാക്കുകൾ നിമിത്തമായിട്ട് അവർക്ക് ആശ്വാസം ലഭിച്ചെന്നല്ല പറയുന്നത്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചെന്നല്ല പറയുന്നത്, ഞങ്ങൾക്ക് അതൊരു ഭയമായിട്ട് തീരുവാൻ ഇടവന്നു. അത് അവര് അവനെ പറഞ്ഞത് നിമിത്തം ഞങ്ങൾ ഭ്രമിക്കപ്പെട്ടു പോകുവാൻ ഇടവന്നു. അതിനുശേഷം മറ്റുള്ള സഹോദരങ്ങൾ കടന്നുപോയി മടങ്ങി വന്നു, യേശുവിന്റെ ശരീരം കാണായികയാൽ അവർ മടങ്ങി വന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവമക്കളെ, ആ വചനങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് യേശു കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു വെളിപ്പാട് ഇവരുടെ ജീവിതത്തിനകത്ത് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. പ്രൈസലോ. അവരുടെ ജീവിതത്തിനകത്ത് അവർക്കുണ്ടായിരുന്ന അറിവ് ഈ ലോകത്തില് കർത്താവ് അവർക്കൊരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കും, ആ രാജ്യത്തിൽ പ്രൈസലോ അവരുടെ കഷ്ടതകളെല്ലാം മാറി സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും എന്നുള്ള ആ പ്രതീക്ഷയോടെ അവർ ജീവിച്ചിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതി അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവരെ നോക്കിയിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. 25-ാമത്തെ വാക്യത്തിലാണ്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. പ്രൈസലോ. രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രൈസലോ. കർത്താവ് അവിടെ ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും പ്രൈസലോ അവരോട് പറയുന്ന ഭാഗങ്ങളാണ് വളരെയധികം. പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞത് എല്ലാം വിശ്വസിക്കാത്തവര്. ഹല്ലേലൂയ. പ്രൈസലോ. നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടത് മാത്രം. പ്രൈസലോ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞത് എല്ലാം വിശ്വസിക്കാത്തവരെ എന്നാണ് കർത്താവ് അവരെ കുറിച്ച് പറയുന്നത്. പ്രൈസലോ. ആരാ ഈ പ്രവാചകന്മാര്? എവിടെ തൊട്ടുള്ള പ്രവാചകന്മാരെ പറഞ്ഞത്? മോശ തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ എവിടെ തുടങ്ങണം? പ്രൈസലോ. പഴയ നിയമത്തിനകത്ത് പഞ്ചഗ്രന്ഥങ്ങളില് പ്രൈസലോ മോശ യേശു കർത്താവിന്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തില് പറഞ്ഞ പ്രവചനങ്ങൾ തൊട്ട് ഹല്ലേലൂയ ഓരോ പ്രവാചകന്മാർ കാലഘട്ടത്തിൽ യേശു കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞ പ്രവചന നിവർത്തീകരണങ്ങളൊക്കെ അവർക്ക് തെളിയിച്ചു കൊടുക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന ഇങ്ങനെ നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൈവശം ഇരിക്കുന്ന ഈ സമ്പൂർണ്ണ ബൈബിൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ നിശ്വാസം അടങ്ങിയ ഈ ബൈബിൾ, ഹല്ലേലൂയ, ഇതിന്റെ ആദ്യോടെന്താ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കേണ്ടവരാണ്, പ്രമാണിക്കേണ്ടവരാണ്. അതിനകത്തു നിന്ന് ഒന്നും ഒഴിച്ചു കളയുവാൻ നമുക്ക് ദൈവം അനുവാദം തരുന്നില്ല എന്നുള്ളത് ഈ വചനത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്മാർ തുടങ്ങി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഓരോരുത്തരും പറഞ്ഞ വചനങ്ങളെ എന്ത് ചെയ്യുക? വെളിപ്പെടുത്തി കൊടുത്ത് അവരുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുന്നതാണ് നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടെ. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കുക, അവരുടെ കണ്ണ് യേശുവിനെ കാണുവാൻ കഴിയാതെ അതിനെ നിരോധിച്ചിരുന്നു എന്ന് മുമ്പിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇവിടെ അവരുടെ കണ്ണ് തുറക്കപ്പെടുന്നതിനെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. എങ്ങനെയാണ് അവരുടെ കണ്ണ് തുറക്കപ്പെട്ടത്? പ്രൈസ് ദി ലോർഡ്. അവരുടെ കണ്ണ് തുറക്കപ്പെട്ടത് യേശു കർത്താവ് പ്രവാചകന്മാർ, മോശ തുടങ്ങിയുള്ള പ്രവാചകന്മാർ പറഞ്ഞ ദൈവവചനത്തെ അവർക്ക് മനസ്സിലാക്കത്തക്ക നിലകളില് ആ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ തിരുവചനങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവര് തന്നെ പറയുന്നുണ്ട്, അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു ആ സമയത്ത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം
നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആ വചനം നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മളെ നിരാശപ്പെടുത്തുന്ന മേഖലകളിലേക്ക് ആ വചനം ഒന്ന് കടന്നു എന്നിട്ട് ആ വചനത്തിന്റെ വിടുതലിന്റെ പ്രവൃത്തി ഒന്ന് സംഭവിക്കണം. ഹല്ലേലൂയ. ആ വചനം അങ്ങോട്ട് കടന്നു എന്ന് ഹൃദയത്തിന്റെ നിരാശകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ പ്രത്യാശയുടെ തലമൊന്ന് വെളിപ്പെടുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വചനം അങ്ങോട്ട് കടന്നു എന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമ്മുടെ അകത്തെ കണ്ണൊന്ന് തുറക്കുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അകത്തെ കണ്ണ് തുറക്കപ്പെട്ടപ്പോൾ അവര് കർത്താവിനെ അറിഞ്ഞു എന്ന് വചനത്തിനകത്ത് എഴുതിയിരിക്കുകയാ. ആമേൻ. അകത്തെ കണ്ണ് തുറന്നപ്പോ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അവര് കാണുകയാ. പ്രൈസ് ദി ലോർഡ്. അതുവരെ അവരുടെ കൂടെ നടന്നതും അവരോട് സംസാരിച്ചതും ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവാണെന്ന് അവർക്ക് മനസ്സിലാകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ കർത്താവിനെ കണ്ടപ്പോ അവരുടെ നിരാശയെല്ലാം മാറുകയാ. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ കണ്ടപ്പോ അവരുടെ ഹൃദയത്തിന്റെ ആ മുറിവുകളെല്ലാം മാറുകയാ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കണ്ടപ്പോ അവരുടെ ഹൃദയം സന്തോഷത്താൽ നിറയുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം വചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് പ്രൈസ് ദി ലോർഡ്, നമ്മൾ കാണേണ്ടവനെ കണ്ടാൽ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാണേണ്ടവനെ കാണുവാൻ കഴിഞ്ഞാൽ ഹല്ലേലൂയ എല്ലാ നിരാശകളും മാറി ഹൃദയത്തിനകത്ത് വിശ്വാസമുള്ളവരായി നമ്മൾ തീരുമെന്ന് തിരുവചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിനകത്ത് നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്ന സമയത്ത് അവരുടെ കണ്ണുകളെ തുറന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവര് കണ്ണ് തുറന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് അവര് നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലായി. അവര് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഓടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഏദൻ തോട്ടത്തിൽ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ നിന്നൊക്കെ പുറത്താക്കപ്പെടുന്ന സാഹചര്യം അവര് കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ദൈവത്താൽ ശപിക്കപ്പെടുത്ത ഹല്ലേലൂയ ദൈവിക ശാപത്തിന്റെ കീഴിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ അവര് കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ കണ്ണ് തുറന്നപ്പോൾ അവര് കാണുന്നത് ഹല്ലേലൂയ എന്താണ്? ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം വചനത്തിന് നമ്മളോട് പറയാനുള്ളത് നമ്മുടെ കണ്ണ് തുറന്ന് കാണേണ്ടത് പാപത്തെ അല്ല, നമ്മുടെ കണ്ണ് തുറന്ന് കാണേണ്ടത് ലോകത്തെ അല്ല, നമ്മുടെ കണ്ണ് തുറന്ന് കാണേണ്ടത് നിരാശയല്ല, നമ്മുടെ കണ്ണ് തുറന്ന് കാണേണ്ടത് തകർച്ചകളെ അല്ല. ഇന്ന് രാത്രികാലം നമ്മുടെ കണ്ണ് തുറന്ന് നമ്മൾ കാണേണ്ടത് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി വെളിപ്പെട്ട് നിൽക്കുന്ന കർത്താവിനെ. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നു? ഇന്ന് രാത്രികാലം വളരെ ശക്തമായി വചനം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് തകർച്ചകൾ ഉണ്ടായിരിക്കുക, ഹൃദയത്തിനകത്ത് നിരാശകൾ ഉണ്ടായിരിക്കുക, ഹൃദയത്തിനകത്ത് ഭാരങ്ങൾ ഉണ്ടായിരിക്കുക, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുക. അതിന്റെ കാരണം ഒരുപക്ഷെ ഹല്ലേലൂയ നമ്മൾ വെച്ച സമയത്ത് നമ്മുടെ ഹിതത്തിൽ കാര്യങ്ങൾ നടക്കാതെ പോയത് കൊണ്ടായിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവിന് ഹൃദയമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഹിതത്തിനപ്പുറത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചുവെങ്കിൽ കല്ലറയ്ക്കകത്ത് അടക്കപ്പെട്ടവനായി ഇരിക്കുവാൻ ഉള്ളവനല്ല. മരണത്തെ ജയിച്ച് 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കണം. ഹല്ലേലൂയ. സകല നാമത്തിന് മേലായ നാമം. ഹല്ലേലൂയ. അവന് ദൈവം നൽകി മഹത്വത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് അവനെ ഇരുത്തിക്കൊണ്ട് ജാതികളിൽ നിന്നും സകല ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വിശ്വസിക്കുന്നവരെ ഒരുമിച്ച് ചേർത്ത് നിത്യതയുടെ തുറമുഖത്ത് കൊണ്ട് എത്തിക്കുക എന്നുള്ള വലിയ പദ്ധതി ദൈവത്തിന്റെ ഹൃദയത്തിനകത്തിരിക്കുമ്പോൾ ആ പദ്ധതിയെ മനസ്സിലാക്കുവാൻ കഴിയാതെ ചിലരിവിടെ ഹൃദയം തകർന്ന് നിരാശപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് ആയിരിക്കും അവരോട് ചേർന്ന് നടന്നിട്ട് അവരുടെ ഹൃദയത്തിനകത്ത് പ്രത്യാശ നൽകി കൊടുക്കുന്ന കർത്താവിനെയാണ് ഇവിടെ നമുക്ക് ഹൃദയമായിട്ട് കാണുവാൻ കഴിയുന്നത്. ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നു. ഈ ആത്മീയ സന്തോഷത്തിന്റെ നടുവിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഹൃദയം തകർന്നവരായി നമ്മൾ ഇരിക്കുമ്പോൾ, നിരാശപ്പെട്ടവരായി നമ്മൾ ഇരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഹൃദയമായി നമ്മുടെ ഹൃദയത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക. എന്താണ് എന്റെ ഹൃദയ തകർച്ചയുടെ കാരണം? പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിച്ച ഏതെങ്കിലും വിഷയത്തിന് മറുപടി കിട്ടാത്തത് കൊണ്ടാണോ? ഞാൻ ആഗ്രഹിച്ച ഏതെങ്കിലും വിഷയം നടക്കാതെ പോയത് കൊണ്ടാണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരിച്ചു ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ച ദൈവഹിതപ്രകാരമുള്ള കാര്യമായിരുന്നോ? ഹല്ലേലൂയ. ആഗ്രഹിച്ച ദൈവഹിതപ്രകാരമുള്ള കാര്യമായിരുന്നോ? അത് ദൈവഹിതമല്ലാത്ത കാര്യമാണെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ തുറന്നു പറയണം, ദൈവമേ, ആ പ്രാർത്ഥനയുടെ മറുപടി എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹിതം എന്താണ്?
അത് സംഭവിക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും അത് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുന്നത്. അതിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കത്തക്ക നിലകളിൽ നമ്മുടെ അകക്കണ്ണ്, വിശ്വാസത്തിന്റെ കണ്ണൊന്ന് തുറക്കപ്പെടുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാല് നമ്മുടെ ഹൃദയത്തോട് ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ ഒരു കാര്യം വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറഞ്ഞത്, നമുക്ക് ആത്മീയ ജീവിതത്തിൽ പല അറിവുകൾ പ്രാപിക്കാൻ കഴിഞ്ഞെന്നിരിക്കുക. ചിലർക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ള കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് പരിശുദ്ധാത്മ വെളിപ്പാടുകളും ദർശനങ്ങളും കൊടുത്തുകൊണ്ട് ഈ വചനത്തെ മനസ്സിലാക്കുവാൻ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും നമുക്ക് ലഭിച്ച അറിവിനകത്ത് നമ്മൾ അഹങ്കരിക്കരുത്. കാരണം എന്താണ്? നമുക്ക് ലഭിച്ച അറിവുകൾ ഒരിക്കലും പൂർണ്ണമല്ല. ഓരോ ദിവസവും കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും പുതിയ അറിവുകൾ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാനുള്ള അവസരങ്ങളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നോക്കിയിട്ട് എന്റെ അത്ര അറിവ് അവർക്കില്ലെന്ന് പറയുവാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുതെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം എന്താണ്? സകലത്തെയും അറിയുവാൻ കഴിയുന്ന, സകലത്തെയും നിയന്ത്രിക്കുവാൻ കഴിയുന്ന, സകലത്തെയും സൃഷ്ടിച്ച, ഹല്ലേലൂയ, സർവശക്തനായ ദൈവം തന്നെയാണ് ഹൃദയ നുറുക്കത്തിന്റെ നടുവിൽ നമ്മളോട് ചേർന്ന് നടക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വിശ്വസിക്കാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അകക്കണ്ണ് തുറക്കാതിരുന്നപ്പോൾ ഇവര് നിരാശയുടെ അനുഭവത്തിലൂടെയാണ് പോയത്. അകക്കണ്ണ് തുറക്കാതിരുന്നപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ട് അവരുടെ സ്വന്തം ഗ്രാമത്തിലേക്ക് അവർ മടങ്ങിപ്പോരുകയാ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അകക്കണ്ണ് തുറന്ന നിമിഷത്തേക്കൽ സംഭവിച്ചത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. അതിന് തൊട്ടു മുമ്പിലുള്ള ഭാഗം, ഹല്ലേലൂയ, വചനത്തെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കർത്താവ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കും. അവർ പറയുന്നു, പോകരുത്, ഞങ്ങളുടെ കൂടെ പാർക്കണം. കർത്താവ് അവരുടെ പാർക്കാൻ വേണ്ടി കടന്നു ചെല്ലുന്നു. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ അപ്പം എടുത്ത് അത് നുറുക്കുമ്പോൾ പ്രൈസ് ഇവർക്ക് മനസ്സിലാകുകയാ ഇതാരാണ്? കർത്താവാണ്, ഉയർത്തെഴുന്നേറ്റ് കർത്താവാണെന്ന് മനസ്സിലാക്കത്തക്ക നിലകളിൽ അവരുടെ കണ്ണ് തുറക്കപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ അവിടെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അകക്കണ്ണ് തുറക്കപ്പെടണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവ വചനം, ഹല്ലേലൂയ, നമ്മുടെ അകത്തളങ്ങളിൽ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അകക്കണ്ണ് തുറക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിനകത്ത് വേണം. പ്രൈസ് ദി ലോർഡ്. അകക്കണ്ണ് തുറക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധം നമ്മുടെ ജീവിതത്തിനകത്ത് വേണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കപ്പെടും. വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കപ്പെട്ടാൽ ഇനി നമ്മൾ നിരാശ പറയത്തില്ല, മറിച്ച് അതേ നാഴികയിൽ തന്നെ അവർ മടങ്ങി എവിടെ പോയി? യെരൂശലേമിൽ പോയി അവിടെയുള്ള സഹോദരങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ ഞങ്ങൾ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കുക. അകക്കണ്ണ് തുറന്നവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അവർക്കൊരു ദൗത്യമുണ്ട്. ഹല്ലേലൂയ. അവർക്കൊരു ലക്ഷ്യമുണ്ട്. അവരുടെ ആത്മീയ ജീവിതത്തിനകത്ത് ആ ദൗത്യത്തിന് വേണ്ടി അവര് ശക്തിപ്പെട്ട് ബലപ്പെട്ട് പ്രൈസ് അവര് ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുവാൻ ഇടവരും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ഇവിടെ ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. പ്രൈസ്. അതുകൊണ്ട് ആരെങ്കിലും ചിന്തിക്കുക എന്നെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമില്ല, പദ്ധതിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആരെങ്കിലും ചിന്തിക്കുക പ്രൈസ് എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ഇനി കാണാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ചിന്തിക്കുക പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എനിക്ക് ഇനി ഒരു പ്രത്യാശയുടെ ജീവിതം നയിക്കാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് പ്രൈസ് ദി ലോർഡ്, ദൈവ വചനത്തിലേക്ക് ഒന്ന് നോക്കിയാട്ടെ. ഹല്ലേലൂയ. ആ വചനത്തെ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവിന്റെ സ്ഥാനത്തിന് നടുവിൽ ഒന്ന് ഇരുന്നാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിശ്ചയമായിട്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കണ്ണിനെ തുറന്നു തരുവാൻ ഇടവരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യത്തിലാണ് കണ്ണ് തുറക്കപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്രൈസ് എല്ലാം തകർന്നു എന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ, എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച നിമിഷത്തെങ്കിൽ, ഇനി ഹല്ലേലൂയ ഒരു മടങ്ങിപ്പോക്കില്ല എന്ന് ചിന്തിച്ച മേഖലയില് പ്രൈസ് ദി ലോർഡ്, ദൈവം അവരുടെ കണ്ണുകളെ തുറന്ന് ഹല്ലേലൂയ അവരെ പ്രത്യാശയുള്ളവരാക്കി തീർത്തുകൊണ്ട് ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി അവരെ മടക്കി യെരൂശലേമിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് അവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വചനത്തിന് പറയാനുള്ളത് ചില വാഗ്ദത്തങ്ങളിലേക്ക് ഒരു മടങ്ങിപ്പോക്ക്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവ പദ്ധതികളിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവിക വിടുതലുകൾ സംഭവിക്കുന്ന ഇടത്തേക്ക് ഒരു മടങ്ങിപ്പോക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രികാലം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നിരാശയുടെ തലങ്ങൾ മാറി
മാറി ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ ആമേൻ ഇന്ന് രാത്രികാലം ഇടവരട്ടെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എവിടെ വാഗ്ദത്തം ദൈവം വെച്ചിട്ടുണ്ടോ അവിടെ തന്നെ നമ്മൾ ആയിരിക്കണം. യെരൂശലേമിലാണ് ആ വാഗ്ദത്തം നിറവേറുവാനുള്ളതെങ്കിൽ യെരൂശലേമിന്റെ സാഹചര്യങ്ങളെ കണ്ടിട്ട് മനം മടുത്തു പോകരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് രാത്രികാലം ആയിരിക്കുന്ന അവസ്ഥകൾ എന്തു തന്നെ ആയിരുന്നാലും ആമേൻ പ്രൈസ് അത് കുടുംബ പശ്ചാത്തലത്തിലാകട്ടെ, സഭാ പശ്ചാത്തലത്തിനകത്താകട്ടെ, ആമേൻ പ്രൈസ് ജീവിക്കുന്ന ജോലി ചെയ്യുന്ന മേഖലകളിലാകട്ടെ, ഹല്ലേലൂയ ആമേൻ എവിടെയെങ്കിലും നിരാശയുടെ കണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് നിരാശപ്പെട്ട് ആമേൻ പ്രൈസ് ആ ഇടം വിട്ട് മാറുകയല്ല, മറിച്ച് ആമേൻ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം യെരൂശലേമിൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോ എവിടെ നിന്ദിക്കപ്പെട്ടു, എവിടെ തകരപ്പെട്ടുവോ, എവിടെ കണ്ണുനീരൊഴുക്കിയോ അവിടെ തന്നെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോ മടങ്ങി യെരൂശലേമിലേക്ക് വരേണ്ടത് ആവശ്യമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ. മടങ്ങി നമ്മൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി നമ്മളെ ശക്തീകരിക്കുവാൻ ഇടവരും. യെരൂശലേമിൽ ദൈവശക്തി വെളിപ്പെട്ടാൽ ഹല്ലേലൂയ യെരൂശലേമിൽ മാത്രം ഒതുങ്ങി പോകത്തില്ല. യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരുവാൻ കഴിയുമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ ആമേൻ നമ്മൾ ശക്തിപ്പെട്ട് ബലപ്പെട്ട് ദൈവിക പദ്ധതിക്ക് വേണ്ടി നിൽക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മുടെ ഹൃദയത്തോട് ശക്തമായി ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവമേ എന്റെ അകക്കണ്ണിനെ ഒന്ന് തുറന്നു തരണമേ. ഹല്ലേലൂയ എന്റെ വിശ്വാസത്തിന്റെ കണ്ണിനെ ഒന്ന് തുറന്നു തരണമേ. ദൈവത്തിന്റെ പദ്ധതികളെ മനസ്സിലാക്കാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. എന്റെ ഹിതത്തിനകത്ത് നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ. പ്രത്യാശ നഷ്ടപ്പെട്ട് ദൈവസ്ഥാനത്ത് മാറിപ്പോകാൻ അനുവദിക്കരുതേ. എന്നെ മടക്കി കൊണ്ടുവരണമേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമക്കളെ പലപ്പോഴും നമ്മൾ ഈ നിരാശപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാ, നമ്മൾ ഭാരപ്പെട്ടിരിക്കുകയാ. ആമേൻ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ കഷ്ടതയുടെ നടുവിലൂടെ നമ്മളെ കടത്തി വിടുന്നുവെങ്കിൽ അവിടെ തകർത്ത് കളയാനല്ല. ഹല്ലേലൂയ അതിന്റെ അപ്പുറത്ത് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാനുണ്ട്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട്. അത് വിശ്വസിക്കുവാൻ ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളുടെ നിവർത്തീകരണം, ഈ വചനത്തിന്റെ വിടുതലുകൾ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയങ്ങള് ആമേൻ ഹല്ലേലൂയ ശ്രദ്ധിച്ച് എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.